പരിശുദ്ധ കുർബാന ബലിയാണ്, വിരുന്നാണ്, ആരാധനയാണ്. സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ 3 പ്രാവശ്യം അപ്പവും വീഞ്ഞും ഉയർത്തുന്നുണ്ട്. അത് 3 തരത്തിലാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. 1 വിശുദ്ധ കുർബാന ബലിയാണ്, 2 വിശുദ്ധ കുർബാന വിരുന്നാണ്, 3 വിശുദ്ധ കുർബാന ആരാധനയാണ്. പെസഹ നാളിൽ ഈശോനാഥൻ ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ അവിടത്തേക്ക് അറിയാം താൻ ബലിയാകാൻ പോവുകയാണ്, താൻ സഭയ്ക്ക് വിരുന്ന് നൽകാൻ പോവുകയാണ്, താൻ കുരിശിൽ മഹത്വപ്പെടാൻ പോവുകയാണ്, ആരാധിക്കപ്പെടാൻ പോവുകയാണ്. വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്ന 3 പ്രധാന പാഠങ്ങളാണ് ഇവ 3. എന്താണ് വിശുദ്ധ കുർബാന ബലിയാണ് എന്നതിലൂടെ അനുസ്മരിപ്പിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആർക്കാണ് ബലിയുടെ ആവശ്യകത? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് പിതാവായ ദൈവത്തിന് പുത്രനായ യേശുക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ ബലിയർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തെ പ്രീതിപ്പെടുത്തിയിട്ടാണ് നമുക്ക് രക്ഷ വാങ്ങിയിരിക്കുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മളിത് മനസ്സിലാക്കണം. ബലിയാണ് എന്നതിന് അനുസ്മരണം എന്താണെന്ന് മനസ്സിലാക്കണം. ബലി എന്നൊരു സങ്കല്പം വരുന്നത് പഴയ നിയമത്തിൽ നമ്മൾ കാണുകയാണ്. മൊളോക്ക് ദേവന്റെ ചൂടുള്ള കൈകളിലേക്ക് തൻ്റെ മക്കളെ നൽകിക്കൊണ്ട് അവരുടെ മാതാപിതാക്കൾ പറയുകയാണ്, ഈ ഒരു ഏറ്റവും പ്രിയപ്പെട്ട സ്വന്തം പുത്രനെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു ബലി സ്വീകരിച്ച് ദൈവമേ എന്നിൽ പ്രസാദിക്കണമേ. ഇങ്ങനെ ദൈവത്തെ ഭയത്തോടെ നോക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റിലുള്ളത്. ദൈവത്തെ ആബാ പിതാവേ എന്ന സ്നേഹത്തിലേക്ക് വിളിപ്പിക്കുന്നത് യേശുക്രിസ്തു മാത്രമാണ്. മറ്റെല്ലാ മതങ്ങളിലും ദൈവം ഭയപ്പെടുത്തുന്ന വസ്തുതയാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി അവർ തങ്ങൾക്കുള്ളതെല്ലാം സമർപ്പിക്കുവാൻ കടപ്പെട്ടവരായിരിക്കുക. ഇതാണ് ബലി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ. ഇങ്ങനെ മൊളോക്ക് ദേവനെ ഭയപ്പെട്ടുകൊണ്ട് മൊളോക്ക് ദേവന്റെ കൈകളിലേക്ക്, ചൂടുള്ള അഗ്നി കൈകളിലേക്ക് തൻ്റെ മക്കളെ അർപ്പിക്കുന്ന ആ സമൂഹത്തിൽ നിന്നാണ് ദൈവം അബ്രാഹത്തെ വേർതിരിച്ച് വിളിച്ച് ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത്. ഇപ്രകാരം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കുവാനായി അബ്രാഹാം തൻ്റെ പുത്രനെ കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ച് ദൈവം അവനോട് പറയുകയാണ്, അബ്രാഹാം നീ കുഞ്ഞിന്റെ മേൽ കൈവയ്ക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നരബലിയെ മൃഗബലിയിലേക്ക് മാറ്റുന്നത് നാം കാണുകയാണ്. കുഞ്ഞാടിനെ ബലിയർപ്പിച്ചുകൊണ്ടാണ് പിന്നീട് അബ്രാഹാം ആ ബലി പൂർത്തീകരിക്കുന്നത്. ഈ ബലിയർപ്പണത്തിനൊരു പൂർത്തീകരണമുണ്ട്. അത് ആദ്യത്തെ സ്റ്റെപ്പാണ് നരബലിയിൽ നിന്ന് മൃഗബലിയിലേക്ക്. മോശയിലൂടെ ദൈവം നൽകിയ മൃഗബലിയുടെ സന്ദേശം ഇതാ, നരബലിയിൽ നിന്ന് മൃഗബലിയിലേക്ക്. എന്നാൽ ചോര കണ്ട് പ്രസാദിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വരികയാണ്. അവനാണ് യേശുക്രിസ്തു. ദൈവം തന്നെ മനുഷ്യനായി ഇറങ്ങി വന്നുകൊണ്ട് കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി ബലിയർപ്പണം ചെയ്യുകയാണ്. അത് നമ്മെ സംതൃപ്തിപ്പെടുത്താനാണ്. നമുക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ രക്തം ആവശ്യം. എന്താണ് ഞാൻ ബലിയർപ്പിക്കേണ്ടതെന്ന് ചോദിക്കുന്നത് മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ദൈവം കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിച്ചുകൊണ്ട് ഇതാ നിനക്ക് വേണ്ടി ഞാനിതാ രക്തം നൽകിയിരിക്കുന്നു എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ മൃഗബലിയിൽ നിന്ന് ധാന്യബലിയിലേക്ക്, അപ്പവും വീഞ്ഞുമായുള്ള ബലിയർപ്പണത്തിലേക്ക് യേശു തന്നെ മാറ്റിയ ദിവസമാണ് പെസഹ തിരുനാൾ എന്ന് പറയുന്നത്. പെസഹ തിരുനാളിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ അപ്പമെടുത്ത് ഉയർത്തിയതിന്റെ ശരീരമാകുന്നു, വീഞ്ഞെടുത്ത് ഉയർത്തിയതിന്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബലിയർപ്പണം സംഭവിക്കുകയാണ്. നിങ്ങൾ ഇതിന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളെ ബലിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബലിയർപ്പണം അതിന്റെ പൂർത്തീകരണത്തിലേക്ക്, നരബലിയിൽ നിന്ന് മൃഗബലിയിലേക്ക്, മൃഗബലിയിൽ നിന്ന് അപ്പവും വീഞ്ഞുമുള്ള മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള ധാന്യബലിയിലേക്ക് മാറ്റുന്നതിലൂടെ രക്തരഹിത ബലിയർപ്പണമായി മാറുകയാണ്. മനുഷ്യന് രക്തം കൊടുത്താലേ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുള്ളൂ എന്നുള്ള മനുഷ്യനുള്ള സംതൃപ്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ക്രിസ്തു കുരിശിൽ കിടന്ന് പെട്ടെന്ന് മരിച്ച് തൻ്റെ രക്തം ഭൂമിയിലേക്ക് ചൊരിയുക. അത് കുദാശകളിലൂടെ, മാമുദീസായിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് പെസഹ നമ്മെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠം. വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇത് ബലിയർപ്പണമാണ്.
ബലിയർപ്പണം എന്ന് പറയുമ്പോൾ അത് ശൂന്യവൽക്കരണത്തിൻ്റെതാണ്, നമ്മെ തന്നെ സമർപ്പിക്കേണ്ടതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു ബലിയർപ്പിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, എന്താണ് യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് നാം നമ്മുടെ പാദങ്ങൾ നമ്മുടെ ഇടവക വൈദികരെ കൊണ്ട് കഴുകിച്ചിരിക്കണമേ. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും, എന്തെങ്ങനെ പറയുന്നത്? ഏതെങ്കിലും വൈദികർ നമ്മുടെ പാദങ്ങൾ കഴുകാറുണ്ടോ? എങ്കിൽ മനസ്സിലാക്കിക്കൊള്ളുക, യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 13-ാം അധ്യായത്തിലെ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുമ്പോൾ പത്രോസിന്റെ അരികിലെത്തുകയാണ്. പത്രോസിന്റെ കാലിൽ കഴുകാൻ തുടങ്ങിയപ്പോൾ പത്രോസ് പറഞ്ഞു, അരുതേ, അങ്ങ് എൻ്റെ പാദങ്ങൾ കഴുകരുത്. ഉടനെ കർത്താവ് പറയുക, ഞാൻ നിന്റെ പാദങ്ങൾ കഴുകുന്നില്ലെങ്കിൽ എനിക്ക് നിന്നോടുകൂടെ പങ്കുണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ പത്രോസ് പറയുക, അങ്ങനെയെങ്കിൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല, എൻ്റെ തലയും എൻ്റെ ശിരസും എൻ്റെ കൈകളും കൂടി കഴുകണമേ. അപ്പോൾ ഈശോ പറയുക, കുളി കഴിഞ്ഞവന്റെ പാദങ്ങൾ കഴുകിയാൽ മതി, അവർ ദേഹം മുഴുവൻ ശുദ്ധിയുള്ളവരായിരിക്കും. എന്താണ് ഇവിടെ കുളി എന്നതുകൊണ്ടും എന്താണ് ഇവിടെ പാദങ്ങൾ കഴുകുന്നു എന്നതുകൊണ്ടും അർത്ഥമാക്കുന്നത്? കുളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മാമോദീസായാണ്. നാം എല്ലാവരും കുളിച്ചവരാ. കുളി എന്ന് പറയുന്നത് മാമോദീസയാണ്. ശരീരത്തിന്റെ കുളിയല്ല, ആത്മാവിന്റെ കുളിയിലേക്കാണ് കർത്താവായ യേശു മിശിഹ ഫോക്കസ് ചെയ്യുന്നത്. കുളി കഴിഞ്ഞവന്റെ പാദങ്ങൾ കഴുകിയാൽ മതി, നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരാണ്. എന്നാൽ എല്ലാവരുമല്ല, തന്നെ ഒറ്റുകൊടുക്കുന്നവൻ ആരാണെന്ന് അവൻ അറിഞ്ഞിരുന്നു എന്ന് യേശു പറയുക. അപ്പോൾ യേശു ക്രിസ്തു പാദങ്ങൾ കഴുകുമ്പോൾ, യേശു ക്രിസ്തു കുളിപ്പിക്കുമ്പോൾ, അതായത് മാമോദീസായിലൂടെയും കുംഭസാരത്തിലൂടെയും നമ്മെ വിശുദ്ധീകരിക്കുമ്പോൾ ആത്മാവിന്റെ വിശുദ്ധിയാണ് ഈശോനാഥൻ കാണുക. അതാണ് ഞാൻ പറയുന്നത്, ഒരു വൈദികൻ പാദം കഴുകാതെ നിങ്ങൾ ആരും വിശുദ്ധ കുർബാന സ്വീകരിക്കരുത്. അതായത് ഒരു വൈദികൻ അടുക്കൽ മുട്ടുകുത്തി കുംഭസാരം എന്ന കുദാശയിലൂടെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ആത്മാവിന്റെ പാദങ്ങളിൽ പറ്റിയിരിക്കുന്ന പാപക്കറകളെ കഴുകാതെ ഈ പെസഹായിൽ നാം ഭക്ഷിക്കാൻ ഇരിക്കരുതെന്നേ. അപ്പോൾ ബലി എന്നതിന്റെ തലമൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കൈകളും കാലുകളും, നമ്മുടെ ആത്മാവിന്റെ കൈകളും കാലുകളും എന്ന് പറയുക, നമ്മുടെ ശിരസ് മുഴുവൻ കഴുകണം മാമോദീസായിലൂടെ. മാമോദീസിച്ചൊരു വ്യക്തി കുംഭസാരത്തിലൂടെ പ്രവേശിക്കണം. യേശു ക്രിസ്തു കുംഭസാരം എന്ന കുദാശയെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ മാമോദീസയെ കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് കൈകാലുകൾ കഴുകണമെന്നും വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് നമ്മുടെ ആത്മാവിനെ കഴുകണമെന്നും പറയുന്നത് മാമോദീസ സ്വീകരിക്കണമെന്നും വ്യക്തമായ സന്ദേശം ക്രിസ്തു നൽകുകയാണ്. മാത്രമല്ല, ഈ പെസഹ തിരുനാളിൽ ഈശോനാഥൻ പൗരോഹിത്യം കൂടി സ്ഥാപിക്കുകയാണ്. മോശ അഹ്റോനെയും അവന്റെ മക്കളെയും ശരീരം മുഴുവൻ കഴുകിക്കൊണ്ടാണ് പൗരോഹിത്യം, ലേവായ പൗരോഹിത്യം സ്ഥാപിക്കുന്നത് എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ കടന്നു വരുമ്പോൾ അപ്പോസ്തലന്മാരെ അവരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് യേശു ക്രിസ്തു പൗരോഹിത്യ സ്ഥാപനം നിർവഹിക്കുകയാണ്. ഈശോന്റെ പൗരോഹിത്യം, അതായത് മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറയുമ്പോൾ, അതായത് മെൽക്കിസേദെക്കിന്റെ ക്രമപ്രകാരമുള്ള പൗരോഹിത്യം എന്ന് പറയാൻ കാരണമുണ്ട്. അബ്രാഹാം തനിക്കുള്ളതെല്ലാം ദശാംശമായി മെൽക്കിസേദെക്കിന് സമർപ്പിക്കുകയും മെൽക്കിസേദെക്ക് അപ്പം വീഞ്ഞും ഉപയോഗിച്ച് ബലിയർപ്പണം നടത്തുകയും ചെയ്യുന്നത് പഴയ നിയമത്തിൽ നമുക്ക് കാണാം, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം. ഇവിടെ ലേവായ പൗരോഹിത്യത്തെക്കാൾ ഉയർന്ന തലത്തിലുള്ളതാണ് ഈ മെൽക്കിസേദെക്കിന്റെ പൗരോഹിത്യം എന്ന് ഹെബ്രായ ലേഖകൻ പറയുക. കാരണം ലേവി, അജാത സന്താനമായ ലേവി അബ്രാഹത്തിലൂടെ മെൽക്കിസേദെക്കിനെ ദശാംശം നൽകി മെൽക്കിസേദെക്ക് അപ്പവും മീനും ഉപയോഗിച്ച് ബലിയർപ്പിച്ചെന്ന് ഹെബ്രായ ലേഖകൻ പറയുന്നുണ്ട്. അതാണ് ഇവിടെ യേശു ക്രിസ്തു ലേവി പൗരോഹിത്യത്തെക്കാൾ ഉയർന്ന പൗരോഹിത്യം, അപ്പവും മീനും ഉപയോഗിച്ചുള്ള ബലിയർപ്പണം സ്ഥാപിക്കുന്നതിലൂടെ ശിഷ്യന്മാർക്ക് തന്റെ പൗരോഹിത്യം കൈമാറുന്ന വലിയൊരു രംഗമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ പെസഹ തിരുനാളിൽ നാം കാണുന്ന ബലിയർപ്പണം എന്ന് പറയുന്നത്, അപ്പം വീഞ്ഞുകൊണ്ടുള്ള ബലിയർപ്പണം എന്ന് പറയുന്നത്. മാത്രമല്ല, യേശു ക്രിസ്തുവോട് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തിയുണ്ട്. അത്
മനുഷ്യകുലത്തിൽ നിന്ന് ഇല്ലാതാക്കുക എന്ന് പറയുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു വിപ്ലവമാണ്. നമ്മൾ മനസ്സിലാക്കണം, ശിഷ്യന്മാർ യേശുവിനെ വിളിക്കുന്നത് യജമാനനെ എന്നാണ്, കർത്താവ് എന്നാണ്. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം യജമാനനെ എന്നാണ്. യേശു ശിഷ്യന്മാർ അഭിസംബോധന ചെയ്യുന്നത് ഇങ്ങനെ ദാസന്മാർ എന്നാണ്. യേശു ഇങ്ങനെ പറയുകയാണ്, ഇനിമേൽ ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല. ദാസന്മാർ എന്ന് പറഞ്ഞ കുറച്ചുകൂടി ഒരു മലയാള അർത്ഥം പറഞ്ഞാൽ അടിമകൾ എന്ന് വിളിക്കുകയില്ല. അടിമ ഉടമ ബന്ധമാണ്. യേശു പറയുകയാണ് 15 യോഹന്നാന്റെ സുവിശേഷം 15 പറയുകയാണ്, ഞാൻ നിങ്ങളെ ഇനി അടിമകൾ എന്ന് വിളിക്കുകയില്ല, ദാസന്മാർ എന്ന് വിളിക്കുകയില്ല. കാരണം യജമാൻ എന്ത് ചെയ്യുന്നു എന്നുള്ള ദാസന്മാർ അറിയുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു. യേശു തന്റെ ശിക്ഷണത്തെ സ്നേഹിതന്മാർ എന്ന് വിളിക്കുന്നു എന്ന് പറയുകയാണ്. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, അടിമ ഉടമ ബന്ധം മനുഷ്യകുലത്തിൽ ഉണ്ടായിരുന്നു. അതിനെ നിർവീര്യമാക്കുന്ന യേശുവിന്റെ പ്രവൃത്തിയാണ് യേശു ക്രിസ്തു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നതിലൂടെ കാണാൻ സാധിക്കുക. നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകുന്നുവെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴുകണം എന്ന് പറഞ്ഞതിലൂടെ ഓരോരുത്തരും അപരന്റെ അടിമയായി, സേവകനായി, ദാസനായി മാറണമെന്ന് യേശു പഠിപ്പിക്കുകയാണ്. ഇത് ലോകത്തിന് നൽകുന്ന വലിയൊരു വിഭവമാണ്. നിങ്ങൾ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ എല്ലാവരുടെയും ദാസനായിരിക്കണം. ഒരു ഭരണാധികാരി ദാസനാകണമെന്ന് പഠിപ്പിച്ചത് യേശു ക്രിസ്തുവാണ്. ഇന്ന് പലരും സമൂഹത്തെ സേവിക്കുമ്പോൾ ഭരണാധികാരികൾ ഞാൻ നിങ്ങളുടെ സേവകരാണെന്ന് പറയാറുണ്ട്, ഞാൻ രാജ്യത്തിന്റെ സേവകരാണെന്നൊക്കെ പറയാറുണ്ട്. ആദ്യമായിട്ട് ഒരു ഭരണാധികാരി സേവകനായിരിക്കണമെന്ന് പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പയെ ദാസന്മാരുടെ ദാസൻ എന്ന് പറയുന്നത്. എല്ലാവരുടെയും സേവകനാകണം ഭരണാധികാരി എന്നുള്ള കാര്യം ഈ ലോകത്തിൽ അങ്ങനെ ഒരു ഭാഷ അറിയില്ലെന്നേ. അവരുടെ രാജാവ് എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള വ്യക്തിയാണെന്നേ. ഫ്യൂഡൽ വ്യവസ്ഥിതി നിലനിൽക്കുന്ന കാലഘട്ടമാണെന്നേ. അവിടെയാണ് ക്രിസ്തു പറയുന്നത് ഏറ്റവും അടിമയായിരിക്കണം, ദാസന്മാരുടെ ദാസനായിരിക്കണം നിങ്ങളിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുകയാണ്. യേശു ക്രിസ്തു അത് പ്രാവർത്തികമാക്കി കാണിക്കുകയാണ്. ഇതാണ് പാദങ്ങൾ കഴുകുമ്പോൾ സംഭവിക്കുന്നത്. പരിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തു തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് അപ്പമായി മാറുമ്പോൾ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങളാണ്. അവിടുന്ന് ബലിയാകുമ്പോൾ അവിടുന്ന് ഒരു അടിമയായി മാറുകയാ, നമ്മെ അടിമത്തത്തിലേക്ക് വിളിക്കുക, മറ്റുള്ളവരെ അടിമയായിരിക്കുവാൻ, മറ്റുള്ളവരെ സേവകനായിരിക്കുവാൻ, മറ്റുള്ളവർക്ക് ദാസനായിരിക്കുവാൻ നമ്മെ വിളിക്കുകയാ. മറ്റുള്ളവർക്ക് വേണ്ടി ബലിയർപ്പകനാകുവാൻ, മറ്റുള്ളവർക്ക് മുമ്പിൽ ബലിയായി തീരുവാൻ ക്രിസ്തു നമ്മെ വിളിക്കുകയാണ്. അതാണ് വിശുദ്ധ കുർബാന ബലിയാണ് എന്നതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ പെസഹ തിരുനാളിൽ നമ്മെ പഠിപ്പിക്കുന്നത് അതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന വിരുന്നാണ്. പെസഹ നാളിൽ മറ്റുള്ളവർക്ക് സ്വയം വിരുന്നാക്കാൻ വേണ്ടി കർത്താവ് നമ്മെ വിളിക്കുകയാണ്. അപ്പം എടുത്തൊരു വൈദികം പറയുകയാണ്, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ. വീഞ്ഞെടുത്ത് വൈദികം പറയുകയാണ്, നിങ്ങളിത് വാങ്ങി കുടിക്കുവിൻ. അവിടെ വിരുന്ന് സംഭവിക്കുകയാണ്. നാം നമുക്കുള്ളതെല്ലാം പകുത്തു നൽകുന്നവരായി തീരണം. നാം മറ്റുള്ളവർക്ക് വിരുന്നായി തീരണം. നാം മറ്റുള്ളവർക്ക് ആഘോഷമായി തീരണം എന്നതിന്റെ വലിയൊരു പാഠമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒന്നാക്കപ്പെടുന്നതിന്റെ ഒരു വിരുന്ന് സംഭവിക്കുന്നുണ്ട്. ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അടിമകളും ഉടമകളും, ശ്രദ്ധിക്കണേ, അടിമകളും ഉടമകളും, കീഴ്ജാതിക്കാരനും മേൽജാതിക്കാരനും, സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ദൈവമായ കർത്താവിനെ ഒരേ അപ്പത്തിൽ നിന്ന്, ഒരേ മേശയിൽ നിന്ന് ഭക്ഷിച്ചുകൊണ്ട് ആരാധിക്കുന്ന പ്രക്രിയ ലോകത്താദ്യമായി നടന്നത് ഈ പെസഹായ്ക്കാണെന്നേ. പെസഹ തിരുനാൾ പഠിപ്പിക്കുന്ന പാഠം. ഇന്ന് മറ്റു മതങ്ങളിലേക്ക് നോക്കൂ, എത്ര സ്ത്രീകൾ അവരുടെ ദേവാലയങ്ങളിൽ പ്രവേശിക്കുന്നുണ്ട്, എത്ര സ്ത്രീകൾ അൾത്താരയിൽ പ്രവേശിക്കുന്നു, ശ്രീകോവിലിനുള്ളിൽ പ്രവേശിക്കുന്നുണ്ട്. എങ്ങനെയാണ് ജാതി വ്യവസ്ഥ മാറ്റിവെച്ചുകൊണ്ട് ഇവർക്ക് ഒന്നാക്കപ്പെടാൻ സാധിക്കുന്നത്? ഇവിടെ മറ്റു മതസ്ഥർക്ക് പ്രവേശനമില്ല എന്നുള്ള ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടല്ലേ അവർ ആരാധന അർപ്പിക്കുന്നത്. അവിടെയാണ്
ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുവാനായി കീഴ്ജാതിക്കാരനെയും മേൽജാതിക്കാരനെയും, സ്ത്രീയെയും പുരുഷനെയും, അടിമയെയും ഉടമയെയും ഒരേ അപ്പത്തിന് ഭക്ഷിക്കുവാൻ ഒരേ മേശയ്ക്ക് ചുറ്റും ക്രിസ്തു ഒന്നാക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് വിശുദ്ധ കുർബാന വിരുന്നാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാവരെയും സമഭാവനയുടെ കാണുന്ന വിരുന്നാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാന ആരാധനയാണ്. ഈ പെസഹകാലം മനസ്സിലാക്കാൻ സത്യമാണ്, വിശുദ്ധ കുർബാന ആരാധനയാണ്. ആരാധന ദൈവം ചോദിച്ചു വാങ്ങുന്ന ഒരു വസ്തുതയല്ല, നാം ചെയ്യേണ്ട കടമയാണ്. വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം എടുത്തുയർത്തി പിന്നീട് അത് മുറിച്ച് പിന്നീട് വീഞ്ഞിൽ മുക്കി ഒന്നാക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അപ്പോൾ സഭാസമൂഹം ഒന്നടങ്കം മുട്ടുകുത്തി കർത്താവിനെ ആരാധിക്കും. യേശു കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന രംഗത്തെയാണ് അവിടെ അനുസ്മരിക്കുന്നത്. അവിടുന്ന് കാൽവരി മലയിൽ നട്ടുച്ചയ്ക്ക് 12 മണി മുതൽ 3 മണി വരെ കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോൾ ഒരുവനും അവിടുത്തെ ആരാധിക്കാനില്ലെന്നേ. റോമക്കാർ അവനെ പരിഹസിക്കുന്നു, യഹൂദയർ അവനെ പരിഹസിക്കുന്നു, എല്ലാവരും നിന്ദിക്കുകയും തുപ്പുകയും ചെയ്യുന്നു. ഇവനാണോ രാജാവ് എന്ന് ചോദിച്ചുകൊണ്ട് പരിഹസിക്കുന്നു. കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോഴാണ് അവിടുന്ന് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ സഹോദരങ്ങളെ, അവിടെ ക്രിസ്തുവിനെ ആരാധിക്കുവാനായി വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായും പരിശുദ്ധ അമ്മയും കുറച്ച് സ്ത്രീജനങ്ങളും മാത്രമേ ഉള്ളൂ. അവർ ക്രിസ്തുവിനോട് സഹനത്തോടെ പങ്കുചേരുകയായിരുന്നു. ഈ 3 മണിക്കൂറാണ് ആദ്യത്തെ ദിവ്യകാരുണ്യ ആരാധന. നമ്മൾ മനസ്സിലാക്കണം, ആദ്യം ദിവ്യകാരുണ്യ ആരാധനയാണ് ക്രിസ്തു കുരിശിൽ 3 മണിക്കൂർ ഗാഗുൽത്താ മലയുടെ മുകളിൽ ഉയർത്തപ്പെട്ട നിമിഷങ്ങൾ. അവിടുത്തെ ആരാധിക്കുവാൻ ആരും വരുന്നില്ല. വിശുദ്ധ കുർബാനയിൽ നാം അവിടുത്തെ ആരാധിക്കേണ്ട മണിക്കൂറുകളാണ്. ഈ പെസഹ രഹസ്യം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ ജീവിതങ്ങളെ എങ്ങനെ ബലിയാക്കണം, എങ്ങനെ വിരുന്നാക്കണം, എങ്ങനെ ക്രിസ്തുവിനെ ആരാധിക്കണമെന്ന് പെസഹ നമ്മെ പഠിപ്പിക്കുകയാണ്. പെസഹ എന്ന വാക്കിന്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നുപോകൽ സംഭവിക്കുമ്പോൾ, ഈ പെസഹായിന് കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാനയുടെ ബലിയുടെ മഹത്വം നമ്മുടെ ജീവിതങ്ങളിൽ പ്രാപ്തമാക്കുവാനായി നമുക്ക് പഠിക്കാം. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിൽ വിശുദ്ധ കുർബാനയിൽ ബലിയായും വിരുന്നായും മാറ്റപ്പെടുവാനും ദൈവത്തെ ആരാധിക്കാനുള്ള മണിക്കൂറുകളെ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും അർത്ഥവത്തായ മേഖലയിൽ കടന്നു നിന്നുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഈ പെസഹ ദിനം നമുക്ക് അനുസ്മരണീയമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.